ഹലോ, വെൽക്കം ടു ഗോൾഡൻ ഡയറി. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കക്ക റോസ്റ്റാണ്. അതിനുവേണ്ടി 1 കിലോ കക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കക്ക നന്നായി കഴുകി വാരി ക്ലീൻ ചെയ്തെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾക്ക് ആദ്യം ഇത് വേവിച്ചെടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കണം. ഫുൾ ഫ്ലെയിമിൽ തന്നെ വേണം കക്ക വേവിച്ചെടുക്കാൻ, പെട്ടെന്ന് വെന്ത് കിട്ടും. കക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾക്കത് വെള്ളത്തിൽ നിന്നും കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ വേവിച്ചെടുക്കുന്ന കക്കയാണ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കക്ക റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 4 സവോള, 3 പച്ചമുളക്, 2 തക്കാളി, വെളുത്തുള്ളി 25 എണ്ണം, ഇഞ്ചി ഒരു വലിയ കഷ്ണം, കറിവേപ്പില 2 ഇതള്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/2 സ്പൂൺ, കുരുമുളക് പൊടി 1/2 സ്പൂൺ എന്നിവയാണ് വേണ്ടത്. ഇനി നമ്മൾക്ക് കുക്ക് ചെയ്യാം. പാൻ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ട് പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമ്മൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോളയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോളക്കൂട്ട് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്തൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കക്ക വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. കക്ക ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതായിട്ടും തിളപ്പിച്ചെടുക്കണം. അരപ്പ് കക്കയിൽ പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് മിക്സ് ചെയ്യണം. തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം പാചകം ചെയ്യാൻ. അരപ്പിൽ കിടന്ന് കക്ക നന്നായി ഒന്നുകൂടെ ഒന്ന് വെന്ത് വരണം. നന്നായി ആവി കയറി ഒന്ന് വേകുന്നതിന് വേണ്ടി നമുക്കിത് മൂടി വയ്ക്കാം. നന്നായിട്ട് ആവി കയറി കക്ക ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾക്ക് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കക്ക വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അരപ്പിനുള്ള ഉപ്പ് ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ആവി കയറാൻ വയ്ക്കാം. നന്നായിട്ട് ആവി കയറി കക്കയിറച്ചി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കക്കയിറച്ചി വെള്ളമെല്ലാം പറ്റി റെഡിയായി വന്നിട്ടുണ്ട്. കറിയായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. ഇനി നമുക്ക് കക്കയിറച്ചി റോസ്റ്റാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയ ഉള്ളി ഒരു 15 എണ്ണം ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക കുറച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. കക്ക ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. അത് ഫ്രൈ ആയി വരുമ്പോൾ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി മേത്തോട്ട് വീഴരുത്. അതിനുവേണ്ടി ഇടയ്ക്കൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇളക്കി കൊടുക്കണം. കക്കയിറച്ചി കുറച്ച് ഡ്രൈ ആകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഈ പാകത്തിലും കഴിക്കാം. ഇവിടെ കുറച്ചും കൂടെ ഡ്രൈ ആകുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് കുറച്ചും കൂടെ ഇളക്കി കൊടുത്ത് നമുക്കിത് ഡ്രൈ ആക്കി എടുക്കാം. കക്കയിറച്ചി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. കക്കയിറച്ചി റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.